നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. പാരാമെട്രിക് ടെസ്റ്റ് പറഞ്ഞാൽ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് അല്ലെങ്കിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് പഠിച്ചത്. അതിൽ 3 തരത്തിലുള്ള ടെസ്റ്റാണ് പഠിച്ചത്: എഫ് ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്. ഇനി പഠിക്കാനുള്ളതാണ് എന്ത്, നോൺ പാരാമെട്രിക് ടെസ്റ്റ്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് പറഞ്ഞാൽ എന്താ, ദ കോമൺ അസംഷൻ ഇൻ നോൺ പാരാമെട്രിക് ടെസ്റ്റ് റാൻഡംനെസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. നമ്മളെന്താ പറയുക, നോൺ പാരാമെട്രിക് ടെസ്റ്റിൻ്റെ കോമൺ അസംഷൻസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, റാൻഡംനെസ് ആയിരിക്കും, അതേപോലെ ഇൻഡിപെൻഡൻസും ആയിരിക്കും. കൈ-സ്ക്വയർ ടെസ്റ്റാണ് എന്തെന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് കൈ-സ്ക്വയർ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ യൂസ്ഡ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് സാമ്പിളിംഗ് അനാലിസിസ് ഫോർ കമ്പയറിംഗ് എ വേരിയൻസ് ടു എ തിയററ്റിക്കൽ വേരിയൻസ്. അതായത് നമ്മളെന്താണ്, ഒരു വേരിയൻസിന് എന്താണ് തിയററ്റിക്കൽ വേരിയൻസുമായിട്ട് താരതമ്യപ്പെടുത്തുന്നതിന് എന്താണ് സാമ്പിളിംഗ് അനാലിസിസിൻ്റെ കോണ്ടെക്സ്റ്റിൽ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് എന്തെന്ന് പറയുന്നത്, കൈ-സ്ക്വയർ എന്ന് പറയുന്നത്. As a non-parametric test, it can be used to determine if categorical data shows dependency or the two classifications are independent. As a non-parametric test, ഒരു non-parametric ടെസ്റ്റ് എന്ന നിലയിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ഇഫ് കാറ്റഗറിക്കൽ ഡാറ്റ, നമ്മൾ കാറ്റഗറിക്കൽ ഡാറ്റ എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണോ അതോ രണ്ടും എന്താണ്, രണ്ട് ക്ലാസിഫിക്കേഷൻസും ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. It can also be used to make comparison between theoretical population and actual data when categories are used. Categories യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തിയററ്റിക്കൽ പോപ്പുലേഷനും അതേപോലെ ആക്ച്വൽ ഡാറ്റയും തമ്മിലുള്ള കമ്പാരിസന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കൈ-സ്ക്വയർ യൂസ് ചെയ്യുന്നുണ്ട്. ദസ് ദി കൈ-സ്ക്വയർ ടെസ്റ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ്. ഒരുപാട് ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസിന് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കൈ-സ്ക്വയർ ടെസ്റ്റ് ആപ്ലിക്കബിൾ ആണ്. The test is in fact a technique through the use of which is possible for all researchers to test the goodness of it. Second, test the significance of association between two attributes, and the test the homogeneity or the significance of population variance. കൈ-സ്ക്വയർ ടെസ്റ്റ് എന്താണ്, ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്താ പറയുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ എന്താണ് രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യാനും അതേപോലെ ഹോമോജീനിയറ്റ് ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 കാര്യത്തിനാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ കൈ-സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ഇൻഡിപെൻഡൻസ് ആൻഡ് ഹോമോജീനിയറ്റ്. അതേപോലെ കൈ-സ്ക്വയർ ടെസ്റ്റിൽ എന്താണ്, ഒരു സ്പെസിഫിക് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസംഷനോ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. അതേപോലെ ഏതെങ്കിലും ഡാറ്റ മെഷേർഡ് ഓൺ എനി സ്കെയിൽ, ഏതെങ്കിലും സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് എന്തെന്ന് ചെയ്യുന്നത്, ഡാറ്റാസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. നമ്മൾ 2 ടെസ്റ്റ് പറഞ്ഞിരുന്നത്, പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റും. പാരാമെട്രിക് ടെസ്റ്റിലുള്ളതാണ് എന്ത്, സെഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്. നോൺ പാരാമെട്രിക് ടെസ്റ്റിലുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് എന്തെന്ന് പറയുന്നത്, കൈ-സ്ക്വയർ ടെസ്റ്റ്. ഇനി പ്രൊസീജിയർ, കൈ-സ്ക്വയർ ടെസ്റ്റ് പ്രൊസീജിയറാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് സെറ്റപ്പ് നൾ ഹൈപ്പോത്തസിസ് ദാറ്റ് ദർ ഈസ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നൾ ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ്, ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും അതേപോലെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും തമ്മിലുള്ള ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. രണ്ടെന്ന് പറയുന്നത് ഫൈൻഡ് ദ കൈ-സ്ക്വയർ വാല്യൂ യൂസിങ് ദി ഫോളോയിങ് ഫോർമുല. കൈ-സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ ഒ മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. ഒ എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആണ്, ഇ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആണ്. നെക്സ്റ്റ് ആണ് കമ്പ്യൂട്ട് ദി ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ n-r-1. r എന്ന് പറയുന്നത് എന്താ, r ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കൺസ്ട്രെയിൻസ്. ഇൻഡിപെൻഡൻറ്റ് കൺസ്ട്രെയിൻസിൻ്റെ നമ്പേഴ്സാണ് എന്തെന്ന് പറയുന്നത്, r എന്ന് പറയുന്നത്. Then obtain the table value corresponding to the level of significance and degrees of freedom. സിഗ്നിഫിക്കൻസ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെയും അതേപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ കറസ്പോണ്ടൻസ് ആയിട്ട് എന്ത് ചെയ്യുക, ടേബിൾ വാല്യൂ എന്ത് ചെയ്യുക, ഒബ്റ്റെയിൻ ചെയ്യുക. ഡിസൈഡ് വെദർ ടു അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ഇത് നല്ല ഹൈപ്പോത്തസിസ്. നമ്മളെന്ത് ചെയ്യുക, ദെൻ നമ്മളെന്ത് ചെയ്യുകയാണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിച്ച് നമ്മളെന്താണ്
സ്ക്വയർ വാല്യൂ കണ്ടുപിടിച്ച് ദെൻ നമ്മളെന്താണ് നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ. ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ, നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂ എന്താണ് ടേബിൾ വാല്യൂവിനെക്കാട്ടി കുറവാണെങ്കിൽ വി അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്, നമ്മളെന്താ നൾ ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യും അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് കൺക്ലൂഡ് ദാറ്റ് ദർ ഈസ് എ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ എന്താണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാണ് കൺക്ലൂഡ് ചെയ്യണം. ഇഫ് ദി കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് മോർ ദാൻ ദി ടേബിൾ വാല്യൂ, കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടി കൂടുതലാണെങ്കിൽ വി റിജക്റ്റ് ദി നൾ ഹൈപ്പോത്തസിസ്, അവിടെ എന്താണ് നമ്മളെന്താണ് നൾ ഹൈപ്പോത്തസിസ് എന്താണ് റിജക്റ്റ് ചെയ്യണം. ആൻഡ് കൺക്ലൂഡ് ദാറ്റ് ദർ ഈസ് നോ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, അവിടെ എന്താണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഇല്ലെന്ന് എന്താ ചെയ്യാണ് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളെന്താണ് നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യേണ്ടത്. അതാണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. ദെൻ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാണ്, സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ദെൻ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കമ്പ്യൂട്ട് ചെയ്യാണ്. പിന്നെ നമ്മളെന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ ബേസിൽ നമ്മളെന്താണ് ടേബിൾ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. ദെൻ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്ന് എന്ത് ചെയ്യാണ് ഡിസൈഡ് ചെയ്യണം. ഇത്രയാണ് എന്ത് സ്ക്വയർ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്, പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റും, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പഠിച്ചിട്ടുണ്ടാവും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഡാറ്റ അനാലിസിസ് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ് ഇത്രയും പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത് ഇൻ്റർപ്രിട്ടേഷൻ. നമ്മളെന്ത് ഡാറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്താണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇൻ്റർപ്രിട്ടേഷൻ റിഫേഴ്സ് ടു ദ technique of drawing inference from the collected facts and explaining the significance of those inferences after an analytical and experimental stage. നമ്മൾ എന്താണ് കളക്ട് ചെയ്ത ഡാറ്റകളിൽ നിന്നിട്ട് എന്ത് ചെയ്യാണ് അനുമാനങ്ങൾ ഇൻഫറൻസസ് എന്താണ് ഡ്രോ ചെയ്യുന്നതിന് നമ്മൾ എന്താണ് അനലിറ്റിക്കലായിട്ടും എക്സ്പെരിമെൻ്റൽ സ്റ്റഡിക്ക് ശേഷം ആ നിഗമനങ്ങൾ ആ കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ആ ഇൻഫറൻസസിന് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാങ്കേതികപരമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ് നമ്മൾ കണ്ടെത്തിയ ഡാറ്റാസിന് എന്ത് ചെയ്യുക കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ അതിൻ്റെ സിഗ്നിഫിക്കൻസും എന്താണ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി നടത്തിയിട്ടും അനലറ്റിക്കൽ സ്റ്റഡി നടത്തിയതിന് ശേഷം അതിൻ്റെ ഇൻഫ്ലുവൻസസിൻ്റെ സിഗ്നിഫിക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ള അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ള ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെർച്ച് ഫോർ ബ്രോഡർ ആൻഡ് മോർ അബ്സ്ട്രാക്റ്റ് മീൻസ് ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ്. നമ്മൾ റിസർച്ച് ഫൈൻഡിങ്സിൻ്റെ വിശാലമായിട്ടുള്ള മാർഗങ്ങൾക്കായിട്ടുള്ളൊരു എന്താണ് സെർച്ച് തിരയലാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. If the interpretation is not done very carefully, misleading conclusion may be drawn. നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ കെയർഫുള്ളായിട്ട് ഡൺ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് കൺക്ലൂഷൻ എന്തായിരിക്കും തെറ്റായിട്ട് പോകും. The interpreter must be creative of ideas. He should be free from bias and prejudice. അതായത് മുൻവിധികളിൽ നിന്നിട്ട് അതായത് നമ്മൾ അയാൾ എന്തായാലും ക്രിയേറ്റീവ് ആയിരിക്കണം. ഇൻ്റർപ്രറ്റർ എപ്പോഴും ഒരിക്കലും ക്രിയേറ്റീവ് ആയിരിക്കണം, അല്ലാതെ അയാളെന്താ ബയാസെന്നും അതേപോലെ പ്രെജുഡൈസ് എന്നൊക്കെ എന്ത് ചെയ്യാം ഫ്രീ ആയിരിക്കണം. അയാൾ ഐഡിയാസ് എപ്പോഴും എന്തായിരിക്കണം ക്രിയേറ്റീവ് ആയിരിക്കണം, എന്നാലേ നമ്മളെ ഇൻ്റർപ്രിട്ടേഷൻ എന്താവുള്ളൂ ശരിയാവുള്ളൂ. നെക്സ്റ്റ് ആണ് എന്ത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഒരു ഇൻ്റർപ്രിട്ടേഷന് ആവശ്യം ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയെന്ന് നോക്കാം. സൗണ്ട് ഇൻ്റർപ്രിട്ടേഷൻ ഇൻവോൾവ്സ് വില്ലിങ്നെസ് ഓൺ ദി പാർട്ട് ഓഫ് ദി ഇൻ്റർപ്രിറ്റർ ടു സീ വാട്ട് ഈസ് ഇൻ ദി ഡാറ്റ. ഒരു സൗണ്ട് ഇൻ്റർപ്രിട്ടേഷനിൽ പറയുന്നത് എന്താണ്, ഒരു സൗണ്ട് ഇൻ്റർപ്രിട്ടേഷനിൽ എന്താണ് നമ്മളെ ഡാറ്റയിലുള്ളത് വാട്ട് ഈസ് ഇൻ ദി ഡാറ്റയിൽ എന്താണോ ഉള്ളത് അത് കാണിക്കാൻ എന്താ ഇൻ്റർപ്രിറ്റർ ഭാഗത്തു നിന്നുള്ള ഒരു എന്തുണ്ടാവണം വില്ലിങ്നെസ് ഉണ്ടാവും. അങ്ങനെ അതിൽ ഒരു സൗണ്ട് ഇൻ്റർപ്രിട്ടേഷൻ ഇൻവോൾവ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ്റർപ്രിറ്ററെ ഒരു വില്ലിങ്നെസ് ആണ് നമ്മളെ ഡാറ്റയിൽ എന്താണുള്ളതെന്നുള്ളത് കാണിക്കാനുള്ളത്. ഒരു വില്ലിങ്നെസ് ആർക്ക് ഉണ്ടായിരിക്കണം ഇൻ്റർപ്രിറ്റർക്ക് ഉണ്ടായിരിക്കണം, എന്നാലേ അതൊരു സൗണ്ട് ഇൻ്റർപ്രിട്ടേഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ എന്താ സൗണ്ട് ഇൻ്റർപ്രിട്ടേഷൻ റിക്വസ്റ്റ് ദാറ്റ് ദ ഇൻ്റർപ്രിറ്റർ നോസ് സംതിങ് മോർ ദാൻ ദി മിയർ ഫിഗേഴ്സ്. നമ്മൾ കേവലം കണക്കുകളേക്കാൾ എന്ത് ചെയ്യും കൂടുതലായിട്ട് ഇൻ്റർപ്രിറ്റേഴ്സിന് എന്ത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കൂടുതലായിട്ട് നമ്മൾ കിട്ടിയ ഡാറ്റേഴ്സിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം ഇൻ്റർപ്രിറ്റർക്ക് അറിഞ്ഞിരിക്കണം.
മൂന്നാമത്തെ എന്താ, സൗണ്ട് ഇൻ്റർപ്രിട്ടേഷൻ ഡിമാൻഡ്സ് ലോജിക്കൽ തിങ്കിങ്. ഒരു യുക്തിപരമായിട്ടുള്ള ചിന്ത എന്താണ് ഒരു സൗണ്ട് ഇൻ്റർപ്രിട്ടേഷൻ എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നാലാമത്തെ എന്താ, ക്ലിയർ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ് ഈസ് നെസസറി ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ദി ഇൻ്റർപ്രിട്ടേഷൻ. ഇൻ്റർപ്രിട്ടേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ് എന്താണ് ആവശ്യമാണ്. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്, ഇൻ്റർപ്രിട്ടർക്ക് എന്താണ് ഒരു വില്ലിങ്നെസ് ഉണ്ടായിരിക്കണം എന്താണ് ആ ഡാറ്റയിലുള്ളതെന്ന് കാണിക്കാനുള്ള. അതേപോലെ എന്താണ് മിയർ ഫിഗേഴ്സിനെ കാട്ടി കൂടുതലായിട്ട് എന്തെങ്കിലും അറിഞ്ഞിരിക്കണം ഇൻ്റർപ്രിട്ടർ. അതേപോലെ ഒരു ലോജിക്കൽ തിങ്കിങ് എന്താണ് ആവശ്യമാണ്. അതേപോലെ എന്താണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ് എന്താണ് ആവശ്യമാണ്. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എന്താ, നീഡ് ഫോർ ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഇൻ്റർപ്രിട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത, നീഡ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഇറ്റ് ഈസ് ത്രൂ ഇൻ്റർപ്രിട്ടേഷൻ ദാറ്റ് ദ ഇൻ്റർപ്രിട്ടർ ഈസ് ഏബിൾ ടു നോ ദി അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസ് ലൈങ് ഇൻ ഹിസ് കൺക്ലൂഷൻ. ഇൻ്റർപ്രിട്ടേഷനിലൂടെയാണ് എൻ്റെ ഇൻ്റർപ്രിട്ടറിന് തൻ്റെ കൺക്ലൂഷനിൽ കിടക്കുന്ന എന്താണ് പ്രിൻസിപ്പിൾസൊക്കെ എന്ത് ചെയ്യുക അറിയാൻ കഴിയുന്നത്. ഫസ്റ്റ് നമ്മൾ നമ്മൾ ഇൻ്റർപ്രിട്ടേഷനിലൂടെ ഇൻ്റർപ്രിട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾ കൺക്ലൂഷനിൽ കിടക്കുന്ന അണ്ടർലൈൻ അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അറിയാൻ കഴിയുന്നത്. നെക്സ്റ്റ് എന്താ, ഓൺ ദ ബേസിസ് ഓഫ് ദി പ്രിൻസിപ്പിൾ അണ്ടർലൈൻ ഈസ് ഫൈൻഡിങ്സ്. തൻ്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാന തത്വങ്ങളുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾസിൻ്റെ ബേസിൽ a researcher can make various predictions about the various other events which are unrelated to his area of findings. ആ റിസർച്ചർക്ക് തൻ്റെ കണ്ടെത്തലുകളുടെ മേഖലയുമായിട്ട് ബന്ധമില്ലാത്ത മറ്റ് വിവിധ സംഭവങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രവചനങ്ങൾ പ്രഡിക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും നടത്താൻ സാധിക്കും. അതായത് തൻ്റെ റിസർച്ചർക്ക് എന്താണ് അയാളെ ഫൈൻഡിങ്സിൻ്റെ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും, അയാൾ ബന്ധമില്ലാത്ത മേഖലകളിലും നമ്മളെന്താ പറയുക നമ്മളെ ഫൈൻഡിങ്സിൻ്റെ റിലേറ്റഡ് അല്ലാത്ത മേഖലകളിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രിഡിക്ഷൻസ് നടത്താൻ എന്താ പറയുക സാധിക്കും. നെക്സ്റ്റ് എന്താണ്, ഇൻ്റർപ്രിട്ടേഷൻ ലീഡ്സ് ടു ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എക്സ്പ്ലെയിനിങ് കോൺസെപ്റ്റ്സ്. നമ്മളെന്താണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസെപ്റ്റ് വിശദീകരിക്കുന്നതിലേക്ക് എന്തൊക്കെയുണ്ട് ലീഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താ, റിസർച്ചർ ക്യാൻ appreciate only through interpretation why his findings are and what they are. എന്താണ് ഒരു റിസർച്ചർക്ക് എന്താണ് ഇൻ്റർപ്രിട്ടേഷനിലൂടെ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, വില മതിക്കാനാവുക. എന്തുകൊണ്ടാണ് തൻ്റെ കണ്ടെത്തലുകൾ അവ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻ്റർപ്രിട്ടേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസർച്ചർക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് എന്താണ്, the interpretation of the findings of exploratory research study usually result into the hypothesis for experimental research. എക്സ്പെരിമെൻ്റൽ റിസർച്ച് സ്റ്റഡീൻ്റെ കണ്ടെത്തലിൻ്റെ എന്താ പറയുക ഇൻ്റർപ്രിട്ടേഷൻ സാധാരണയായിട്ട് എന്താണ് ഒരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ റിസർച്ചിലേക്കാണ് എന്ത് ചെയ്യുന്നത് നയിക്കുന്നത്. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മളെ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഇൻ്റർപ്രിട്ടർക്ക് എന്താണ് നമ്മൾ അയാൾ കണ്ടെത്തിയ കൺക്ലൂഷനിൽ എന്താണ് അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ എന്താണ് നമ്മളെ കണ്ടെത്തിയ ഫൈൻഡിങ്സിൻ്റെ ബേസിൽ എന്താണ് റിസർച്ചർക്ക് എന്താണ് അൺറിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൻ്റെ ഫൈൻഡിങ്സിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രിഡിക്ഷൻസ് നടത്താൻ പറ്റും. അതേപോലെ എന്താണ് നമുക്ക് പുതിയ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ എന്താണ് ആ കണ്ടെത്തൽ, അതേപോലെ എന്തുകൊണ്ട് എന്നുള്ള ഇതിനൊക്കെ എന്താണ് റിസർച്ചർക്ക് എന്താണ് ഇൻ്റർപ്രിട്ടേഷനിലൂടെ അപ്രിഷ്യേറ്റ് നേടാൻ സാധിക്കുള്ളൂ. അതേപോലെ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ റിസർച്ചിലേക്കാണ് എന്തെന്ന് നയിക്കുന്നത്. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ്റെ നീഡ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് ആണ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി ടെക്നിക് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഇൻ്റർപ്രിട്ടേഷൻ ടെക്നിക്കിൽ സ്റ്റെപ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്, റിസർച്ചർ മസ്റ്റ് ഗിവ് റീസണബിൾ എക്സ്പ്ലനേഷൻ ഓഫ് ദി റിലേഷൻ ഹി ഹാവ് ഫൗണ്ട്. റിസർച്ച് താൻ കണ്ടെത്തിയ ബന്ധങ്ങളെ കുറിച്ചിട്ട് എന്താണ് റീസണബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എന്ത് ചെയ്യണം നൽകണം. എന്തിനു വേണ്ടിയിട്ടാണ്, he must be able to see uniformity in diversified research findings
സോ ദാറ്റ് ജനറലൈസേഷൻ ഓഫ് ഫൈൻഡിങ് ഈസ് പോസിബിൾ. അതായത് എന്താണ്, നമ്മളെ കണ്ടെത്തലിൽ അയാളെ കണ്ടെത്തലിൽ എന്താണ് യൂണിഫോമിറ്റിയും ഡൈവേഴ്സിഫൈഡ് ഫൈൻഡിങ്സിൻ്റെ റിസർച്ച് ഫൈൻഡിങ്സിൻ്റെ ഡൈവേഴ്സിഫൈഡും യൂണിഫോമിറ്റിയും ഒക്കെ എന്താണ് കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളെ ഫൈൻഡിങ്സിന് എന്താണ് ഒരു ജനറലൈസേഷന് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ എന്താണ് റിസർച്ചർ തൻ്റെ കണ്ടെത്തിയ ബന്ധങ്ങളെ കുറിച്ചിട്ട് എന്താണ് ന്യായമായ റീസണബിൾ ആയിട്ടുള്ള ഒരു എന്താണ് എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഒരു ജനറലൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോസിബിൾ ആവുള്ളൂ. രണ്ടാമത്തെ, ഇഫ് എനി എക്സ്ട്രാനിയസ് ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് ഡ്യൂറിങ് ദി സ്റ്റഡി ഇറ്റ് മസ്റ്റ് ബി കൺസിഡേർഡ് വൈൽ ഇൻ്റർപ്രറ്റിംഗ് ദി ഫൈനൽ റിസൾട്ട് ഓഫ് റിസർച്ച് സ്റ്റഡി. നമ്മളെന്തെങ്കിലും എക്സ്ട്രാനിയസ് ആയിട്ടല്ല, അല്ല എന്തെങ്കിലും അധികം വിവരങ്ങൾ എന്തെങ്കിലും കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ആ റിസർച്ച് സ്റ്റഡീൻ്റെ ഫൈനൽ റിസൾട്ട് അതായത് ഇൻ്റർപ്രറ്റിങ്ങിൻ്റെ സമയത്ത് എന്ത് ചെയ്യണം, അതിനും കൂടി എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ എന്താണ് ആ ഇൻ്റർപ്രിട്ടേഷൻ്റെ സമയത്ത് അതും കൂടി എന്ത് ചെയ്യുക, പരിഗണിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താ, ദ റിസർച്ചർ ക്യാൻ കൺസൾട്ട് വിത്ത് ദോസ് ഹാവ് ഇൻസൈറ്റ് ഇൻ ടു ദ സ്റ്റഡി ഹു ക്യാൻ പോയിൻ്റ് ഔട്ട് ദ ഒമിഷൻസ് ആൻഡ് എറേഴ്സ് ഇൻ ലോജിക്കൽ ആർഗ്യുമെൻറ്റ്. റിസർച്ചർക്ക് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് അവളെ കൺസൾട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, നമ്മളെന്താണ് ലോജിക്കൽ ആർഗ്യുമെൻറ്റ്സിൽ എറേഴ്സും ഒമിഷൻസും ഒക്കെ എന്ത് ചെയ്യുക, പോയിൻ്റ് ഔട്ട് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ പഠനത്തെ കുറിച്ചിട്ടുള്ള ഉൾക്കാഴ്ചയുള്ളവരായിട്ട് ഗവേഷണങ്ങൾ എന്താണ് ആലോചിക്കാൻ എന്ത് ചെയ്യും, സഹായിക്കും. കൺസൾട്ട് ചെയ്യാൻ എന്താ കഴിയും. നമ്മൾ എറേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒമിഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഗവേഷകൻ എന്ത് ചെയ്യാണ് ആ സംഭവത്തെ കുറിച്ചിട്ട് ഇൻസൈറ്റ് ഉള്ളവരുമായിട്ട് എന്ത് ചെയ്യുക, കൺസൾട്ട് ചെയ്യുക. ദ റിസർച്ചർ മസ്റ്റ് കൺസിഡർ ഓൾ റെലവൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പ്രോബ്ലം അറ്റ് ദ ടൈം ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഇൻ്റർപ്രിട്ടേഷൻ്റെ സമയത്ത് നമ്മളെന്താണ് എല്ലാ ഫാക്ടേഴ്സും, ആ പ്രോബ്ലത്തെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനും എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. The conclusion appearing correct at the beginning may prove to be inaccurate later. So researcher must not be in a hurry while interpreting. നമ്മളെന്താണ് തുടക്കത്തിൽ ശരിയാണെന്ന് തോന്നുന്നേ, കാരണം പിന്നീട് എന്തെന്നെ ഇൻകറക്റ്റായിട്ട് എന്ത് ചെയ്യുക, തെളിഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, ഇൻ്റർപ്രറ്റിങ്ങിൻ്റെ സമയത്ത് റിസർച്ചർ എന്ത് ചെയ്യരുത്, ഹറി ആവരുത്. അതുകൊണ്ട് എന്താണ് കറക്റ്റ് നമ്മളെന്താണ് കെയർഫുള്ളായിട്ട് എന്ത് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക. നമ്മൾ ചിലപ്പോൾ എന്താണ് ഫസ്റ്റ് നമ്മൾ എന്താ പറയുക ശരിയായ കാര്യങ്ങളായിരിക്കും, പിന്നെ അതെന്താണ് തെറ്റാണെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് നല്ല കെയർഫുള്ളായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡാറ്റാസ് എന്ത് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ടെക്നിക് ഓഫ് ഇൻ്റർപ്രട്ടേഷൻ.